പുസ്തകത്തിൽ ഇയാൾ എഴുതി എന്താണെന്നറിയോ? ചുരുക്കത്തിൽ സ്ത്രീകൾക്ക് ജുമാ ജമാഅത്തിനല്ലാതെ പള്ളിയിൽ പോകേണ്ടി വരുന്ന അത്യാവശ്യം നേരിടുമ്പോൾ മാത്രം പ്രച്ഛന്ന വേഷത്തിൽ പോകുന്നതിന് വിരോധമില്ല. സുന്നി പെണ്ണുങ്ങൾക്ക് ജുമയും ജമാഅത്തും അനാവശ്യമാണ്. വേറെ ചില അത്യാവശ്യങ്ങൾ ഉണ്ടാവും പള്ളിയിൽ പോകണ്ടേ. അങ്ങനെ പോകുമ്പോ ആളുകൾക്ക് തിരിയരുത്. അതിനെന്ത് വേണം? പ്രച്ഛന്ന വേഷത്തിൽ പോകണം. ഈ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, തക്കം നോക്കി പോകണം. ഏതാ തക്കം? നിങ്ങൾ കാന്തപുരത്തോട് ചോദിക്കണം. നാട്ടുകാരില്ലാത്ത തക്കം. കാരണം നാട്ടുകാരുള്ള തക്കത്തിന് മുസ്ലിം എടുത്തു പോയാൽ പിന്നെ അടി പറലല്ലേ. അപ്പൊ നാട്ടുകാരില്ലാത്ത ആണുങ്ങളില്ലാത്ത തക്കം നോക്കിയിട്ട് മുഅദ്ദിൻ ചോറിനുള്ള തക്കം നോക്കിയിട്ട് അങ്ങനെ ചില തക്കം നോക്കിയിട്ടേ പോകാവുന്ന അയാളുടെ ബുക്കിൽ പറയണേ. ഇരിക്കട്ടെ, അങ്ങനെ പോകുമ്പോ തന്നെ പെണ്ണാന്ന് തിരിയരുത്, പ്രച്ഛന്ന വേഷത്തിൽ പോകണം എന്ന് പറഞ്ഞാ ആമിനെ കുട്ടിയാണ് പോണത്, കണ്ടാൽ ഐതറുട്ടിയാന്ന് തോന്നണം. അപ്പൊ ജീൻസ് പാന്റ് ഒക്കെ ഇട്ട് ടീഷർട്ടൊക്കെ ഇട്ട് മുട്ടിന് മേലൊക്കെ ഹാറ്റൊക്കെ വെച്ചിട്ട് കൈ വീശിട്ടാണ് കയറിച്ചത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഏതോ ഒരു ചെറുപ്പക്കാരൻ വന്നാ. എന്നിട്ടോ തക്കത്തിനനുസരിച്ച് ഉസ്താദിന്റെ അടുത്ത് കയറുക. അങ്ങനെയാണ്. ഇത് ഞാൻ പറഞ്ഞു, പലയിടത്തും പ്രസംഗിച്ചു. അപ്പൊ കാന്തപുരത്തിന്റെ വാലാട്ടികൾ മറുപടി പറഞ്ഞു. എന്താ മറുപടി? ശൈഖുനാ പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം അവിടെ പ്രച്ഛന്ന വേഷം എന്ന് പറഞ്ഞാൽ പെണ്ണ് ആണിന്റെ കോലം കെട്ടണം എന്നല്ല. പിന്നെയോ പറഞ്ഞ ഉസ്താദ് പറഞ്ഞതിന്റെ ഉദ്ദേശം യുവതികളായ പെണ്ണുങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ കിഴവികളുടെ കോലത്തിൽ പോകണം എന്നാണ്. അപ്പൊ യുവതിക്കും പോകാം, കേവിക്കും പോകാം. പക്ഷേ 19കാരിയെ കണ്ടാൽ 91കാരിയാന്ന് തോന്നണം. അപ്പൊ ഏപ്പി പെണ്ണ് ചെറുപ്പക്കാരത്തിക്ക് മുസ്ലിയാരെ കാണാൻ കലശലായ ആഗ്രഹം. ജുമായത്തില്ലാത്ത ചില അത്യാവശ്യങ്ങൾ ഉണ്ടാവും ഏപ്പി പെണ്ണുങ്ങൾക്ക്. അങ്ങനെ അത്യാവശ്യം വന്നപ്പോ എന്ത് ചെയ്ത് ഒക്കെ ഒരുങ്ങി. അപ്പോഴാണ് പ്രച്ഛന്ന വേഷം ഓർമ്മ വന്നത്. അപ്പൊ ഒരു പഴയ കറുപ്പുണിയും ഒരു തള്ളക്കുപ്പായം ഒരു വലിയ തള്ളമോക്കനെയൊക്കെ വാങ്ങിയിട്ട് ഒക്കെ വാടക എടുത്തിട്ട് ഒന്നാകെ വളഞ്ഞിട്ട് ഒരു വടിയും കുത്തിയിട്ട് മക്കളെ ഏപ്പി പള്ളി എവിടെ എന്ന് വെച്ചിട്ട് ഇങ്ങനെ പറിച്ചു പോകണം. കാരണം വണ്ട വയസ്സാൻ തോന്നണം, കേവിയാൻ തോന്നണം. അപ്പൊ നമ്മള് കൈ പിടിച്ച് കയറ്റുമ്പോ ചെറുപ്പക്കാരൊക്കെ തള്ളല്ലേ കയറിക്കൊണ്ട് വലിയ മക്കള് മെല്ലെ എന്റെ ഉമ്മാന്റെ പ്രായം നിങ്ങൾക്ക് മെല്ലെ കൊണ്ട് ഉസ്താദിന്റെ റൂമിലായി കൊടുത്ത് അമ്മ ഉണ്ട് പോരും. ആ അമ്മാമ്മക്ക് എന്തിനും വെള്ളം എന്തിനും മണി കൊടുക്കും ഉസ്താദെ. സാധനം 19കാരിയാണ്. ഉസ്താദിന്റെ ബുക്ക് വായിച്ച് വന്നതാ. ഉളുപ്പുണ്ടോ കാന്തപുരത്തിന്റെ ഗ്രൂപ്പുകാരെ? നിങ്ങൾക്ക് നിങ്ങളെ പുസ്തകം 1-ാം പതിപ്പിലും 2-ാം പതിപ്പിലും 3-ാം പതിപ്പിൽ നിങ്ങൾ തിരുത്തിച്ചു. ഞങ്ങള് പ്രച്ഛന്ന വേഷത്തിൽ എന്ന വാക്ക് പണ്ടോ? പ്രച്ഛന്ന വേഷത്തിന്റെ അർത്ഥം ഇന്റർനാഷണൽ പാസ്പോർട്ടിലെ കാന്തപുരത്തിന് അറിയില്ലേ? അതല്ല. കുറെ ആള് ബുക്ക് എഴുതിയിട്ട് ഇയാളെ പേരിൽ ഇങ്ങനെ വെച്ച് കാച്ചലാ. അതും ഇപ്പൊ സംശയമുണ്ട്. ബുക്കാരെങ്കിലൊക്കെ എഴുതാ പേര് ഇയാള് മാർക്കറ്റ് കിട്ടാൻ വേണ്ടി ഇയാളെ പേരും വെക്കുക. അങ്ങനെയാണോ? ഇയാള് കണ്ടിട്ടില്ലേ പ്രച്ഛന്ന വേഷം? എന്ന് മാത്രല്ല, ആ പുസ്തകത്തിൽ വേറെയുണ്ട്. ഇനി ഒരു പെണ്ണ് ജുമായും ജമാഅത്തും ഉദ്ദേശിച്ചു തന്നെ പള്ളിയിൽ വന്നു എന്ന് വിചാരിക്കുക. എന്നാൽ അവൾ ചെയ്തത് സഹിഹാണ്, ഇതിലെല്ലാവരും സമ്മതിക്കും. എന്നാൽ അവൾ ചെയ്തത് തെറ്റാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. സഹിഹാണ് എന്നാൽ ശരിയാണ്, അടുത്ത വരി തെറ്റാണ്. അതെങ്ങനെ? അതാണ് കാന്തപുരം മസല. അതെങ്ങനെയെന്ന് വെച്ചാൽ ചോദിച്ചപ്പോ പറഞ്ഞ്, നിങ്ങളിപ്പോ ഒരു സെന്റ് ഭൂമി അയലോക്കക്കാരന് തിരക്കിയിട്ടെടുത്ത് അത് നിങ്ങളൊരു മുസല്ലട്ട് നിക്കരിക്കുകയാണെങ്കിൽ സഹിഹാവും. പക്ഷെ തിരക്കിയ തെറ്റല്ലേ? അതാണ്. അപ്പൊ കട്ടെടുത്ത ഭൂമിയിൽ നിക്കരിക്കണമായ പെണ്ണുങ്ങളെ ചുമ ഏത് കിതാബിലാ ഖുറാഫി ഉള്ളത്? നിങ്ങൾ ആ നാട്ടുകാരെ ചോറിൽ നിന്ന് ഓതുകയും ഓടിക്കുകയും ചെയ്യുന്ന കിതാബിലുള്ള എന്താ? സ്ത്രീകള്, കുട്ടികള്, യാത്രക്കാര്, രോഗികള്, അടിമകള്, ഈ 5 വിഭാഗത്തിലും ജുമുഅ നിർബന്ധമില്ല. പക്ഷെ അവർ ജുമുഅക്ക് വന്നാൽ സഹിഹാകും. എന്നിട്ട് നിങ്ങളോ സ്ത്രീകളെ, കുട്ടികളെയും യാത്രക്കാരെയും രോഗികളെയും കൂട്ടത്തിലല്ല, ഭ്രാന്തന്മാരെ കൂട്ടത്തിലാണ് ഇയാൾ എണ്ണീക്കണ്. മുസ്ലിയാക്കന്മാരെ പെണ്ണുങ്ങളെ ചിലപ്പോ ഭ്രാന്തന്മാരെ കൂട്ടത്തിലെണ്ണ, ഇവരെ കൂടെയല്ല ജീവിക്കണേ. പക്ഷെ സാധാരണക്കാരായ സുന്നികളുടെ ഭാര്യമാരെ അങ്ങനെ എണ്ണാൻ പറ്റുമോ? എന്നിട്ട് അതിനെ ചോദ്യം ചെയ്തു. ശറഹുൽ മുഅത്തബിന്റെ പേരിൽ നിങ്ങൾ പെണ്ണുങ്ങളെ ഭ്രാന്തന്മാരെ കൂട്ടത്തിൽ കൂട്ടിയാലോ? അപ്പൊ ഏതോ ഒരു ശറഹുൽ മുഅത്തബില് തെറ്റി അടിച്ചു പോയിട്ടുണ്ട്. 3 കഴിഞ്ഞിട്ട് 4-ല്ല 5. അപ്പൊ 5-ാം വിഭാഗം എന്താണ്? ഭ്രാന്തന്മാരാ. അവരെ പെണ്ണുങ്ങളൊപ്പം അങ്ങോട്ട് കൂട്ടി. പെണ്ണുങ്ങൾ ഭ്രാന്തന്മാരെ പോലെയാണ്. പള്ളിക്ക് നിക്കരിക്കാൻ വന്നാൽ പിടിച്ചു പുറത്താക്കണം. ഭ്രാന്തന്മാർ വന്നാൽ അങ്ങനെയാണല്ലോ. അന്ന് അങ്ങനെയാണോ? രോഗി വന്നാൽ, യാത്രക്കാരൻ വന്നാൽ, അടിമ വന്നാൽ, ചെറിയ കുട്ടി വന്നാൽ എന്താ അതിന്റെ ഹുക്മ്? നിങ്ങൾ പിടിച്ചു പുറത്താക്കുവോ? പുറത്താക്കല. അതുപോലെ തന്നെയാ പെണ്ണുങ്ങള്. എന്തിനാടോ ഇതൊക്കെ പറയുന്നത്? നിങ്ങളെ തലക്കും പുറത്തിരിക്കണ ശറഹ് മുഹദ്ദബിൽ എന്താ പറഞ്ഞത്? എഴുതി വെച്ചോ. ഫഖദ് നഖല ഇബ്നുൽ മുൻദിർ വഗൈറുഹു വൽ ഇജ്മാഅ അലാ അന്നൽ മർഅത ലൗ ഹളറത് വസല്ലത്തിൽ ജുമുഅത ജാസ.